വിലസി നടന്നു എന്നാണ് പറഞ്ഞത്. ആ നടന്നവനെ കേൾക്കാനടക്കം ഷുഹൈബിന്റെ ശരീരത്തിലേക്ക് ആദ്യമായി കത്തി ആഴത്തിലിറക്കിയ ആകാശ് തില്ലങ്കരി കേൾക്കുവാൻ പറയുന്നു, നിന്റെയൊക്കെ കഴുത്തിൽ കയറ് മുറുകുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ചെയ്യുവാൻ കഴിയുന്ന പ്രതിരോധങ്ങൾ നിങ്ങൾ ചെയ്തു നോക്ക്. സംസ്ഥാനത്ത് പിണറായി വിജയനെ പോലെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ട മുഖ്യമന്ത്രി ആയിരിക്കുന്നതിന്റെ പേരിൽ 1 കോടിയല്ല 100 കോടി രൂപ മുടക്കി നിങ്ങൾ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ, CBI അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ നിങ്ങൾ ഈ രാജ്യത്ത് ലഭ്യമായ എല്ലാ മുന്തിയ അഭിഭാഷകന്മാരെയും കോടതിയിൽ കൊണ്ടുവന്ന അണിനിരത്തിയാലും ശരി തന്നെ ഈ രാജ്യത്ത് ഒരു സിറ്റിങ്ങിന് കോടാനുകോടി രൂപ വാങ്ങുന്ന, പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകന്മാർ വന്നു വാദിച്ചാലും ശരി തന്നെ ഷുഹൈബിനെ കൊന്നവന്മാർക്ക് തൂക്കുകയർ കിട്ടുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയില്ല എന്ന് 1000 തവണ ഈ ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൊന്നൊടുക്കിയത് കേവലമായ ഒരു ചെറുപ്പക്കാരനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് കേവലമായി കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് മുഹമ്മദ് ഖാന്റെ മകനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് ഒരു നാടിന്റെ വെളിച്ചമായി മാറിയ ചെറുപ്പക്കാരനെ. ആ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുമ്പോ രക്തം ആവശ്യമായി വരുമ്പോ ആദ്യം വിളിക്കുന്ന ഫോൺ നമ്പർ അത് ഷുഹൈബിന്റെ ഫോൺ നമ്പർ ആയിരുന്നു. ആ നാട്ടിലെ മക്കളുമാർ പഠിക്കാൻ നിവൃത്തിയില്ലാതെ, ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോ അവരുടെ രക്ഷിതാക്കൾ ആദ്യം ആശ്രയിക്കുന്ന പേര് ഷുഹൈബിന്റേതായിരുന്നു. എന്തിനേറെ പറയുന്നു, ഒരു പരിചയവുമില്ലാത്ത ഒരു നാട്ടിലൊരമ്മ കരൾ രോഗം വന്ന് അവരുടെ കരൾ നശിച്ചു പോകുമ്പോ കരളൊന്ന് പകർത്തു നൽകുമോ എന്ന് ചോദിച്ച ആദ്യം വിളിച്ചത് ഷുഹൈബിനെ ആയിരുന്നു. ആ ചെറുപ്പക്കാരനെ, ഒരു നാട്ടിലെ പട്ടിണി കിടക്കുന്ന ഒരു പിടി മനുഷ്യന്മാരുടെ പട്ടിണി അകറ്റിയ ചെറുപ്പക്കാരനെ, ഒരു നാട്ടിൽ പഠിപ്പ് മുടങ്ങിയ ഒരു പറ്റം കുട്ടികൾക്ക് പഠിപ്പ് തുടരുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ചെറുപ്പക്കാരനെ, സ്വന്തമായി കയറി കിടക്കുവാൻ കിടപ്പാടമില്ലാത്ത സാധു മനുഷ്യന്മാർക്ക് കിടപ്പാടം ഒരുക്കുവാൻ സ്വന്തം കയ്യിലെ പണം ചെലവഴിച്ചൊരു ചെറുപ്പക്കാരനെ, ആ ചെറുപ്പക്കാരനെയാണ് 1 അല്ല 41 വെട്ടുകൾ വെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയത്. ആകാശ് തില്ലങ്കരി കേൾക്കുവാൻ പറയുന്നു, നീ 41 വെട്ടുപെട്ടിയത് ഷുഹൈബിന്റെ കാലിലാണെങ്കിലും നുറുങ്ങിപ്പോയത് ഞങ്ങളുടെ ഹൃദയമാണ്. ആ നുറുങ്ങിപ്പോയ ഹൃദയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ആകാശേ, ആ മരണത്തിന്, ആ കൊലപാതകത്തിന് പ്രതികാരം ചോദിക്കാതെ ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ അവസാനിക്കുകയില്ല എന്ന് ആകാശ് തില്ലങ്കരിമാർ ഓർക്കണം. ആകാശ് തില്ലങ്കരിമാർക്ക് മരണത്തിന്റെ വാറന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്ത എല്ലാ ഈ നാട്ടിലെ CPM-ന്റെ നേതാക്കന്മാരും ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാലത്തും നിങ്ങൾക്ക് പരിരക്ഷ എടുക്കുവാൻ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ മുഖ്യപ്രതിയായ പിണറായി വിജയൻ ഉണ്ടാകുമെന്നുള്ള ധാർഷ്ട്യത്തിന് മുകളിലാണ്, അധികാരത്തിന് മുകളിലാണ് ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, പൊതുനിരത്തിലൂടെ നീയൊക്കെ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഈ മട്ടന്നൂരിന്റെ മണ്ണിലെ, ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസുകാരൻ, യൂത്ത് കോൺഗ്രസുകാരൻ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നത് ആകാശ് തില്ലങ്കരിയുടെ കഴുത്തിൽ കയറ് മുറുകി അവന്റെ അവസാനത്തെ ശ്വാസം പിടയുമ്പോഴായിരിക്കും ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസിന്റെ പ്രവർത്തകൻ യഥാർത്ഥ ചിരി ചിരിക്കുവാൻ പോകുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്ന് 6 വർഷങ്ങൾക്ക് പുറം മുഹമ്മദ് ഖാൻ വേദിയിലിരിക്കുമ്പോ അഭിമാനത്തോടു കൂടി തന്നെ തല ഉയർത്തി പിടിച്ചു തന്നെയാണ് നമ്മൾ ഈ അനുസ്മരണ സംഗമം നടത്തുന്നത്. കാരണം ഷുഹൈബിനെ കൊന്ന കേസിനകത്തെ ഒരൊറ്റ പ്രതിയോട് പോലും ഒരു കടുകമണിയുടെ കോംപ്രമൈസ് പോലും ചെയ്തിട്ടില്ലാത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ പറ്റി ഓർക്കാൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന് അവകാശമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരന് കുറേയേറെ അസൂയ തോന്നും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ പറ്റി നോക്കുമ്പോ. കാരണം കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പാരമ്പര്യം എന്താ? ഈ നാട്ടിലെ SFI-കാരൻ മുദ്രാവാക്യം വിളിക്കുമല്ലോ രക്തസാക്ഷികൾക്ക് വേണ്ടി. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല രക്തസാക്ഷി ആയിരുന്നു സഖാവ് സൈദാലി. സഖാവ് സൈദാലിയെ കൊന്ന കേസിനകത്തെ മുഖ്യപ്രതിയായ ബാബു M. പാലിശ്ശേരിയെ MLA ആക്കിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മഹാരാജാസിന്റെ തിരുനടയിൽ SDPI-കാരന്റെ വർഗീയവാദത്തിന്റെ കത്തിയുടെ മുനയേറ്റ് മരിച്ചു വീണ അഭിമന്യു എന്ന് പറയുന്ന SFI-കാരനായ നേതാവിനെ പറ്റി. ആ അഭിമന്യുവിനെ കൊന്ന SDPI-കാരനോട് കോട്ടയത്തെ ഗ്രാമപഞ്ചായത്തിൽ സഖ്യം ചേർന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്.
ഒരു കാര്യം വിട്ടുവീഴ്ചയില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നു. നാളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം. ഈ നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് പാല് സൊസൈറ്റി തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ പരാജയപ്പെട്ടാലും നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബിനെ കൊന്നൊടുക്കിയ CPM-കാരനോട് സഖ്യം ചേർന്നിട്ടുള്ള ഒരു വിജയവും നമുക്ക് വേണ്ട എന്നുള്ളത് ഈ പ്രസ്ഥാനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചു വീണ ഷുഹൈബുമാരെ, ശരത് ലാൽമാരെ, പ്രവേശുമാരെ, സജിത് ലാൽമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു വിജയവും വേണ്ട എന്ന് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രബലത അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കരുത്ത്. ഷുഹൈബിനെ കൊന്നൊടുക്കിയപ്പോ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ അവസാനിച്ചു പോയോ? ഷുഹൈബിനെ കൊന്നൊടുക്കിയപ്പോ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് വേരറ്റ് പോയോ? അങ്ങനെ വേരറ്റ് പോയെങ്കിൽ അത് മറ്റാരേക്കാളും വേരറ്റ് പോയിട്ടില്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരുത്തനുണ്ട്. അത് കേരളത്തിന്റെ ഗ്ലോറിഫൈഡ് ആകാശ് തില്ലങ്കരിയായ പിണറായിക്കാരൻ വിജയനാണ്. പിണറായിക്കാരൻ വിജയന്റെ ആഡംബര അടിയന്തരാവസ്ഥയുടെ ഒരു സഞ്ചരിക്കുന്ന ബസ്സുമായി ഈ കണ്ണൂരിന്റെ മണ്ണിലൂടെ കടന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നവകേരള സദസ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ ആഡംബരത്തോട്, ദാർഢ്യത്തോട്, ധിക്കാരത്തോട് പ്രത്യക്ഷമായ സമരത്തിന് പോകാൻ ഇരുന്നാളുകളെ വിലസി നടന്നു എന്നാണ് പറഞ്ഞത്. ആ നടന്നവനെ കേൾക്കാനടക്കം ഷുഹൈബിന്റെ ശരീരത്തിലേക്ക് ആദ്യമായി കത്തി ആഴത്തിലിറക്കിയ ആകാശ് തില്ലങ്കരി കേൾക്കുവാൻ പറയുന്നു, നിന്റെയൊക്കെ കഴുത്തിൽ കയറ് മുറുകുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ചെയ്യുവാൻ കഴിയുന്ന പ്രതിരോധങ്ങൾ നിങ്ങൾ ചെയ്തു നോക്ക്. സംസ്ഥാനത്ത് പിണറായി വിജയനെ പോലെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ട മുഖ്യമന്ത്രി ആയിരിക്കുന്നതിന്റെ പേരിൽ 1 കോടിയല്ല 100 കോടി രൂപ മുടക്കി നിങ്ങൾ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ, CBI അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ നിങ്ങൾ ഈ രാജ്യത്ത് ലഭ്യമായ എല്ലാ മുന്തിയ അഭിഭാഷകന്മാരെയും കോടതിയിൽ കൊണ്ടുവന്ന അണിനിരത്തിയാലും ശരി തന്നെ ഈ രാജ്യത്ത് ഒരു സിറ്റിങ്ങിന് കോടാനുകോടി രൂപ വാങ്ങുന്ന, പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകന്മാർ വന്ന് വാദിച്ചാലും ശരി തന്നെ ഷുഹൈബിനെ കൊന്നവന്മാർക്ക് തൂക്കുകയർ കിട്ടുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയില്ല എന്ന് 1000 തവണ ഈ ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൊന്നൊടുക്കിയത് കേവലമായ ഒരു ചെറുപ്പക്കാരനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് കേവലമായി കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് മുഹമ്മദ് ഖാന്റെ മകനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് ഒരു നാടിന്റെ വെളിച്ചമായി മാറിയ ചെറുപ്പക്കാരനെ. ആ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുമ്പോ രക്തം ആവശ്യമായി വരുമ്പോ ആദ്യം വിളിക്കുന്ന ഫോൺ നമ്പർ അത് ഷുഹൈബിന്റെ ഫോൺ നമ്പർ ആയിരുന്നു. ആ നാട്ടിലെ മക്കളുമാർ പഠിക്കാൻ നിവൃത്തിയില്ലാതെ, ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോ അവരുടെ രക്ഷിതാക്കൾ ആദ്യം ആശ്രയിക്കുന്ന പേര് ഷുഹൈബിന്റേതായിരുന്നു. എന്തിനേറെ പറയുന്നു, ഒരു പരിചയവുമില്ലാത്ത ഒരു നാട്ടിലൊരമ്മ കരൾ രോഗം വന്ന് അവരുടെ കരൾ നശിച്ചു പോകുമ്പോ കരളൊന്ന് പകർത്തു നൽകുമോ എന്ന് ചോദിച്ച് ആദ്യം വിളിച്ചത് ഷുഹൈബിനെ ആയിരുന്നു. ആ ചെറുപ്പക്കാരനെ, ഒരു നാട്ടിലെ പട്ടിണി കിടക്കുന്ന ഒരു പിടി മനുഷ്യന്മാരുടെ പട്ടിണി അകറ്റിയ ചെറുപ്പക്കാരനെ, ഒരു നാട്ടിൽ പഠിപ്പ് മുടങ്ങിയ ഒരു പറ്റം കുട്ടികൾക്ക് പഠിപ്പ് തുടരുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ചെറുപ്പക്കാരനെ, സ്വന്തമായി കയറി കിടക്കുവാൻ കിടപ്പാടമില്ലാത്ത സാധു മനുഷ്യന്മാർക്ക് കിടപ്പാടമൊരുക്കുവാൻ സ്വന്തം കയ്യിലെ പണം ചെലവഴിച്ച ഒരു ചെറുപ്പക്കാരനെ, ആ ചെറുപ്പക്കാരനെയാണ് ഒന്നല്ല 41 വെട്ടുകൾ വെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയത്. ആകാശ് തില്ലങ്കരി കേൾക്കുവാൻ പറയുന്നു, നീ 41 വെട്ടുവെട്ടിയത് ഷുഹൈബിന്റെ കാലിലാണെങ്കിലും നുറുങ്ങിപ്പോയത് ഞങ്ങളുടെ ഹൃദയമാണ്. ആ നുറുങ്ങിപ്പോയ ഹൃദയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ആകാശേ, ആ മരണത്തിന്, ആ കൊലപാതകത്തിന് പ്രതികാരം ചോദിക്കാതെ ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ അവസാനിക്കുകയില്ല എന്ന് ആകാശ് തില്ലങ്കരിമാർ ഓർക്കണം. ആകാശ് തില്ലങ്കരിമാർക്ക് മരണത്തിന്റെ വാറന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്ത എല്ലാ ഈ നാട്ടിലെ CPM-ന്റെ നേതാക്കന്മാരും ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാലത്തും നിങ്ങൾക്ക് പരിരക്ഷ എടുക്കുവാൻ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ മുഖ്യപ്രതിയായ പിണറായി വിജയൻ ഉണ്ടാകുമെന്നുള്ള ധാർഷ്ട്യത്തിന് മുകളിലാണ്, ആ അധികാരത്തിന് മുകളിലാണ് ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, പൊതുനിരത്തിലൂടെ നീയൊക്കെ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഈ മട്ടന്നൂരിന്റെ മണ്ണിലെ, ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസ്സുകാരൻ, യൂത്ത് കോൺഗ്രസ്സുകാരൻ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നത് ആകാശ് തില്ലങ്കരിയുടെ കഴുത്തിൽ കയറ് മുറുകി അവന്റെ അവസാനത്തെ ശ്വാസം പിടയുമ്പോഴായിരിക്കും ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസിന്റെ പ്രവർത്തകൻ യഥാർത്ഥ ചിരി ചിരിക്കുവാൻ പോകുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്ന് 6 വർഷങ്ങൾക്കിപ്പുറം
മമ്മദ് ഈ വേദിയിലിരിക്കുമ്പോ അഭിമാനത്തോടു കൂടി തന്നെ തല ഉയർത്തി പിടിച്ചു തന്നെയാണ് നമ്മൾ ഈ അനുസ്മരണ സംഗമം നടത്തുന്നത്. കാരണം ഷുഹൈബിനെ കൊന്ന കേസിനകത്തെ ഒരൊറ്റ പ്രതിയോട് പോലും ഒരു കടുകമണിയുടെ കോംപ്രമൈസ് പോലും ചെയ്തിട്ടില്ലാത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ പറ്റി ഓർക്കാൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന് അവകാശമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരന് കുറേയേറെ അസൂയ തോന്നും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ പറ്റി നോക്കുമ്പോ. കാരണം കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പാരമ്പര്യം എന്താ? ഈ നാട്ടിലെ SFI-കാരൻ മുദ്രാവാക്യം വിളിക്കുമല്ലോ രക്തസാക്ഷികൾക്ക് വേണ്ടി. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല രക്തസാക്ഷിയായിരുന്നു സഖാവ് സൈദാലി. സഖാവ് സൈദാലിയെ കൊന്ന കേസിനകത്തെ മുഖ്യപ്രതിയായ ബാബു എം പാലിശ്ശേരിയെ MLA ആക്കിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മഹാരാജാസിന്റെ തിരുനടയിൽ SDPI-കാരന്റെ വർഗീയവാദത്തിന്റെ കത്തിയുടെ മുനയേറ്റ് മരിച്ചു വീണ അഭിമന്യു എന്ന് പറയുന്ന SFI-കാരനായ നേതാവിനെ പറ്റി. ആ അഭിമന്യുവിനെ കൊന്ന SDPI-കാരനോട് കോട്ടയത്തെ ഗ്രാമപഞ്ചായത്തിൽ സഖ്യം ചേർന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഒരു കാര്യം വിട്ടുവീഴ്ചയില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നു. നാളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം. ഈ നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് പാല് സൊസൈറ്റി തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ പരാജയപ്പെട്ടാലും നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബിനെ കൊന്നൊടുക്കിയ CPM-കാരനോട് സഖ്യം ചേർന്നിട്ടുള്ള ഒരു വിജയവും നമുക്ക് വേണ്ട എന്നുള്ളത് ഈ പ്രസ്ഥാനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചു വീണ ഷുഹൈബുമാരെ, ശരത്ലാൽമാരെ, പ്രവേശുമാരെ, സജിത്ലാൽമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു വിജയവും വേണ്ട എന്ന് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രബലത അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കരുത്ത്. ഷുഹൈബിനെ കൊന്നൊടുക്കിയപ്പോ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ അവസാനിച്ചു പോയോ? ഷുഹൈബിനെ കൊന്നൊടുക്കിയപ്പോ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് വേരറ്റ് പോയോ? അങ്ങനെ വേരറ്റ് പോയെങ്കിൽ അത് മറ്റാരേക്കാളും വേരറ്റ് പോയിട്ടില്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരുത്തനുണ്ട്. അത് കേരളത്തിന്റെ ഗ്ലോറിഫൈഡ് ആകാശ് തില്ലങ്കരിയായ പിണറായിക്കാരൻ വിജയനാണ്. പിണറായിക്കാരൻ വിജയന്റെ ആഡംബര അടിയന്തരാവസ്ഥയുടെ ഒരു സഞ്ചരിക്കുന്ന ബസ്സുമായി ഈ കണ്ണൂരിന്റെ മണ്ണിലൂടെ കടന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നവകേരള സദസ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ ആഡംബരത്തോട്, ദാർഢ്യത്തോട്, ധിക്കാരത്തോട് പ്രത്യക്ഷമായ സമരത്തിന് പോകാൻ ഇരുന്ന ആളുകൾ